ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഡിസംബർ 4, 2025. മാർക്കറ്റിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ്. കാരണം ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നു. അതുപോലെ നമുക്ക് നാളെ RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഉണ്ട്. അല്ലെങ്കിൽ മോണിറ്ററി പോളിസി മീറ്റിങ്ങിൻ്റെ ഔട്ട്കം ആയിട്ടുള്ള പോളിസി റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് പ്രഖ്യാപിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച നാളെ. ഇത് രണ്ടും മാർക്കറ്റിനെ ഇന്ന് സ്വാധീനിക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,986 അതായത് 26,000 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇന്നലെ കൂടുതലും സമയം നിഫ്റ്റി 25,900 താഴെ, ഒരവസരത്തിൽ 25,881 വരെ നിഫ്റ്റി വരികയുണ്ടായി. സോ 26,065 എന്ന് പറയുന്ന ആ ഒരു സോണിലാണ് പോയിരിക്കുന്നത്. നിഫ്റ്റി ഒരു പ്രധാനപ്പെട്ട ലെവലിൽ താഴെ തന്നെയാണുള്ളത്. 25,850 നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. ഇതിന് താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ നിഫ്റ്റി ട്രേഡ് ചെയ്ത് അവസാനിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ക്ലോസിംഗ് നാളെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു 300 പോയിന്റെങ്കിലും കറക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 25,400 മുതൽ 500 വരെയെങ്കിലും ഒരു സപ്പോർട്ട് സോണിലേക്ക് നിഫ്റ്റി നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ന്യൂസ് അല്ലെങ്കിൽ ഇവന്റ് ബേസ് ആയിട്ടുള്ള 2 ദിവസത്തെ മാർക്കറ്റ് ആയിരിക്കും. പ്രത്യേകിച്ചും RBI പോളിസി മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന വലിയൊരു ഇവൻ്റാണ്. അതുപോലെ പുടിൻ്റെ ഇന്ത്യ സന്ദർശനം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില അനൗൺസ്മെൻറ്റുകളോ ഓൾറെഡി റഷ്യ പറഞ്ഞു കഴിഞ്ഞു. കരാറുകൾക്കുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ റുപ്പി ചരിത്രത്തിലെ ലോകത്ത് ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. 90 മുകളിലേക്ക് വന്നിരിക്കുകയാണ്. അത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് തന്നെയാണ്. അതുതന്നെ FIIസിൻ്റെ സെല്ലിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും 3,206 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് FIIസിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4,730 കോടി രൂപയുടെ ബൈയിങ്ങും വന്നിട്ടുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25,850 ക്രൂഷ്യൽ സപ്പോർട്ടാണ്. അതേസമയം അപ്സൈഡിൽ 26,100 മുതൽ 26,200 വരെയുള്ള 100 പോയിന്റ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണാണ്. ആ സമയത്ത് ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്കിങ്ങിനായിട്ട് വന്നേക്കാം. അതേസമയം 26,250 മുകളിലുള്ള ഒരു ക്ലോസിംഗ് മാത്രമാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് അടുത്ത ഒരു ലെഗിലേക്കുള്ള റാലി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ളത്. അതേസമയം ഇന്നലെ വളരെ ശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരുന്ന ഇന്ന് ബാങ്കിങ് സെക്ടറിലാണ് ഒരു അവസാന നിമിഷങ്ങളിൽ ഒരു PSE ബാങ്ക് നിഫ്റ്റിയിലാണ് റിക്കവറി കണ്ടത്. അതുപോലെ നാളെയോ അല്ലെങ്കിൽ ഇന്നോ നിഫ്റ്റിയിലൊരു റിക്കവറി വരികയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി ആയിരിക്കും ലീഡ് ചെയ്യാൻ പോകുന്നത്. അതേസമയം ഡൗൺ സൈഡേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ നിഫ്റ്റി ആയിരിക്കും മാർക്കറ്റിനെ താഴോട്ടേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അതേസമയം നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യലായിട്ടുള്ള ലെവലുകൾ എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഗവൺമെൻറ് തലത്തിലും ക്യാബിനറ്റ് മീറ്റിങ്ങുകളും അല്ലെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ മീറ്റിങ്ങും ഒക്കെ തന്നെ വരുന്നുണ്ട്. അതും വളരെ ക്രൂഷ്യൽ.